ഈ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ പത്മ അവാർഡ് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതായത് മുൻകാലങ്ങളിലെ പ്രാഞ്ചിയേട്ടന്മാർക്കല്ല, ഈ മുഖ്യധാരയിൽ വരാത്ത പലർക്കുമാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പയിലെ മാണിക്യത്തെ തേടി പോവുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ എത്രയോ പേരെ കേട്ടിരിക്കുന്നു. ഇപ്പോഴും പ്രഖ്യാപിച്ചതിലും അത്തരത്തിൽ ഈ വളരെ മാറി സഞ്ചരിക്കുന്നവരെ കണ്ടെത്തി എന്നുള്ളതാണ്. അതിനോടൊപ്പം പ്രഗത്ഭന്മാരുടെ ഒരു പട്ടികയുമുണ്ട്. ഈ പലരെയും ഞെട്ടിച്ചു കളഞ്ഞു. വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം, ഇതൊക്കെ VS അച്യുതാനന്ദന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പലരും നിരസിച്ചിട്ടുണ്ട്. EMS, അതുപോലെ തന്നെ ജ്യോതി ബസുവിന് ഒക്കെ നിരസിച്ചു. വരൊക്കെ അങ്ങനെയുള്ള ഇടത്തേക്കാണ് VSന്റെ അടുക്കലും എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ പത്മ പുരസ്കാരത്തിനകത്ത് ഒരു രാഷ്ട്രീയം നമുക്ക് കണ്ടാലും, തെരഞ്ഞെടുപ്പ് കാലമാണ്, ശരിയാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ 2014 ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഈ പത്മ പുരസ്കാരം കൊടുത്തത് മുഴുവൻ നേരത്തെ പറഞ്ഞ അതേ സംഗീത കുപ്പയിലോ മാണിക്യം തിരഞ്ഞെടുത്തു. കഴിഞ്ഞ വർഷം ലക്ഷ്മിക്കുട്ടിയമ്മ, അതെ, വനത്തിൽ ജീവിക്കുന്ന വൈദ്യരാണ്, ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ, പിന്നെ മറ്റേ കളരിക്കാരിയായിരിക്കുന്ന അതെ അവര്, പിന്നെ നമ്മുടെ ഈ വിതുര വനപ്രദേശത്തിലുള്ള അതന്നെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നേരത്തെ കൊടുത്തിരുന്നത് ആർക്കാ? ഇപ്പോഴത്തെ ഒരു ഡോക്ടറേറ്റ് കൊടുക്കുന്നില്ലേ, 15,000 റുപ്യ കൊടുത്ത് ഡോക്ടർ സുകുമാരൻ തമ്പി സാറ് വളരെ രസകരമാണ് പറയുന്നത്, 15,000 റുപ്യക്ക് ഡോക്ടറേറ്റ് കിട്ടും എന്നുള്ള. അതേപോലെയൊക്കെ ആയിരുന്നു. ഒരു പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ശരി, അർഹതയില്ലാത്ത ആൾക്കാർക്കൊക്കെ പത്മശ്രീയും പത്മ പുരസ്കാരങ്ങളും കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ പ്രാവശ്യം ഒരു പ്രത്യേകത കാണുന്നത്, ഇത്തരം ആൾക്കാരെ സാധാരണക്കാരെ കൊടുത്തിട്ടുണ്ട്, പ്രഗത്ഭർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ തോന്നുന്നു കാണുന്ന സമയത്ത് ഒരു രാഷ്ട്രീയത്തിൻ്റെ എന്തെല്ലാമോ അതിൽ മണക്കുന്നു എന്നുള്ളൊരു തോന്നൽ. അതൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നത്. കാരണം പക്ഷെ അർഹതപ്പെട്ടവർക്കാണ്. ഇപ്പൊ VS അച്യുതാനന്ദൻ ഉറപ്പായിട്ടും അർഹതപ്പെട്ടയാളാണ്, തീർച്ചയായിട്ടും. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, മരണാനന്തരാണ് കൊടുത്തതൊക്കെ ശരിയാണ്. പക്ഷെ ഈ സന്ദർഭം, ഈ സമയം, പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇത് ലഭിച്ചതെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ നിരസിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം അദ്ദേഹം ഇതിനൊക്കെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായിരുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരസിക്കില്ല ഇത് എന്ന് ചിന്തിക്കണം. നിരസിക്കുന്നുള്ള മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ അരുൺകുമാർ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. ഇതിൽ അഭിമാനം തോന്നുന്നു എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണല്ലോ അരുൺകുമാർ. അപ്പൊ സ്വാഭാവികമായിട്ടും അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് കൊടുത്തിരുന്നെങ്കിൽ ഇത് നിരസിക്കില്ലായിരുന്നു എന്നുള്ളത് വേണം അനുമാനിക്കാൻ. രണ്ടാമത്തത്, ഇതിലേതോ ഒരു രാഷ്ട്രീയം ഉണ്ടാകാം, എന്തെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ടാകാം, അത് ഉറപ്പാണല്ലോ. പിന്നീട് വരുന്ന വെള്ളാപ്പള്ളിയുടെ കാര്യമാണ്. വെള്ളാപ്പള്ളി പ്രഗത്ഭനാണ്, ഒരു സമൂഹത്തെ മുഴുവൻ ഒരുമിച്ച് നിർത്തുന്ന ഒരാളാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് എന്താണ് അതിലത്തെ രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങേയറ്റം വരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളാപ്പള്ളി പിടികൊടുക്കുന്നില്ല. വെള്ളാപ്പള്ളി പിടികൊടുക്കുന്നില്ല. ഇത് കാണുമ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലെ ആൾക്കാർക്കും തോന്നാം എനിക്കും വേണ്ടതായിരുന്നു എന്നുള്ളത്, എനിക്ക് തന്നില്ലല്ലോ എന്ന് തോന്നാം. ഇതിലൊരു രാഷ്ട്രീയം കാണുകയാണെങ്കിൽ രണ്ട് തരത്തിലാകാലോ. ഒന്ന്, ആര് കൊടുത്തു ആ രാഷ്ട്രീയത്തോട് അനുകൂലമായിട്ട് വെള്ളാപ്പള്ളി ചിന്തിക്കുകയാണെങ്കിൽ, വെള്ളാപ്പള്ളിയുമായി വേദി പങ്കിടണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലോ, അത് സംഭവിക്കാം. ചെറിയ കാര്യത്തിനാണല്ലോ ഈ സമുദായ സംഘടനകളും രാഷ്ട്രീയക്കാരും ഒക്കെ തെറ്റിപ്പിരിയാറ്. ചെറിയ കാര്യം അവരുടെ ഇടയിലുള്ള ഈഗോ, ഇതൊക്കെയാണ് സംഭവിക്കുക. അപ്പം ഇതും ഉണ്ടാകാം എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നോട്ട് തിരിഞ്ഞു നോക്കും. നമുക്കിതിനകത്ത് ഒരു വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലാണ് കൂടുതൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വെള്ളാപ്പള്ളി മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും ഒക്കെ അറ്റാക്ക് ചെയ്ത് നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദി ഈ പോയ വാരം ഇവിടെ എത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു
ലീഗ് മുസ്ലിം ബന്ധത്തെക്കുറിച്ച് അതെ. പരാമർശിച്ചതും ഒക്കെ പരാമർശിക്കുകയും ചെയ്തു. വലിയ വിവാദമായി നിൽക്കുന്ന വേളയിലാണ് ഈ വെള്ളാപ്പള്ളിക്ക് ഈ പുരസ്കാരം കൂടി വന്നത്. തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെയാണ് ശരിക്ക് വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ പിന്നീട് അദ്ദേഹം അത് മറ്റൊരു വിധത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ മുസ്ലിം ലീഗിനെ മാത്രമേ പറഞ്ഞുള്ളൂ, മുസ്ലിങ്ങൾ അടച്ചു പറഞ്ഞിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗിനെ പറയുന്ന സമയത്ത് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇവിടുത്തെ ഭീകരവാദികൾ മുഴുവൻ. അതുകൊണ്ട് മലപ്പുറത്ത് ഒരു നിവൃത്തിയില്ല. അതിൻ്റെ ഇടയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ ശ്മശാനം ഒരു പ്രശ്നമായിട്ടുണ്ട്. ഇപ്പം ശ്മശാനമല്ല, ഹിന്ദുക്കൾക്ക് ഉള്ള ശ്മശാനം വൃത്തികേടായിട്ട് കിടക്കുന്നു. അങ്ങാടിപ്പുറത്തൊരു ശ്മശാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ഈ പറഞ്ഞതും അവിടുത്തെ ജനങ്ങളുടെ ചിന്തയും അതോടൊപ്പം തന്നെ ഇവിടെ പ്രധാനമന്ത്രി വന്ന സമയത്ത് ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അതും എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അത് മുഴുവൻ പറഞ്ഞില്ലെങ്കിലും മലപ്പുറം ജില്ലയിലെ ഇനിയും വിഭജിച്ചിട്ട് മലപ്പുറം ജില്ലയെ കൂടുതൽ ജില്ലയാക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. കുറച്ച് കഴിയുന്ന സമയത്ത് അത് വീണ്ടും 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 മുറിച്ച് ഒരു സംസ്ഥാനത്തിന് വേണ്ടി വാദം നടന്നുകൂടായില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടാകുക. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പം ഒരേ സ്വരം വരുന്നു രണ്ടു പേർക്കും, സത്യസന്ധമായുള്ള സ്വരം. ഒരേ സ്വരം എന്ന് പറഞ്ഞാൽ ഒരു കളിയാക്കുന്നുണ്ട് സാധാരണ വെള്ളാപ്പള്ളിയെ. നരേന്ദ്രമോദിയുടെ ആ സ്വരമാണ് വെള്ളാപ്പള്ളിക്ക് എന്നുള്ളതാണല്ലോ പറയാറ് സാധാരണ. ഇപ്പം കളിയാക്കിക്കൊണ്ട് പറയുന്നത് അങ്ങനെയാണല്ലോ, എതിർത്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ സത്യസന്ധമായുള്ളതിനെ ആൾക്കാർക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പം ആ സത്യം തുറന്നു പറഞ്ഞ വെള്ളാപ്പള്ളിയും ഇവിടെ വന്ന് യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച നരേന്ദ്രമോദിയും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്, ആ സത്യവുമാണ്. അതിലിട്ട രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരനല്ലാത്ത എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊരു സത്യം ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതും മോദി പറഞ്ഞതും ഒന്ന് തന്നെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട് ദിശയിൽ നിന്ന് പറഞ്ഞു, രണ്ടുപേരുടെ അഭിപ്രായം പറഞ്ഞു. ഇത് തന്നെ ഇവിടുത്തെ സാധാരണക്കാരനും പറയുന്നത്. ചിന്തിക്കുന്ന മാധ്യമപ്രവർത്തകർ തന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മാധ്യമപ്രവർത്തകർ, രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പൊതുജനം, ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ആശ്രമങ്ങളും മഠങ്ങളും മഠാധിപന്മാരും സന്യാസിമാരും ഇവരെല്ലാം ഈ സമയത്താണ് മറ്റൊരു കാര്യം കൂടി നടക്കുന്നത്. ഇതുമായിട്ട് വെള്ളാപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ തിരുനാവായിൽ നടക്കുന്ന മാഘ ഉത്സവം നടക്കുക, വലിയ പരിപാടി, ഭാരതപ്പുഴയിൽ ആരതിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനാ പഞ്ചായത്ത് എതിർത്തു അതിൽ നടക്കേണ്ട കാര്യങ്ങളെ. പക്ഷെ ജനങ്ങൾ പൊതുജനം അവിടേക്ക് ഒഴുകുകയാണ്. ഇപ്പം 2 ദിവസമായിട്ട് വൻ ഒഴുക്കാണ്. അപ്പം മലപ്പുറം ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നും ആ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ ആൾക്കാർ ഒഴുകി വരുന്നത്. ഇതിനെയും നരേന്ദ്രമോദിജി പരാമർശിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഈ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന തിരുനാവായിൽ നടക്കുന്ന ഈ ആഘോഷത്തിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തെ സംബന്ധിച്ചിട്ട് ഒരൊറ്റ വാചകത്തിലാണെങ്കിൽ പോലും ആ വാചകത്തിൽ വലിയൊരു വിശാലതയുണ്ട്. ഇതൊക്കെ ഇവിടെ ദേശീയ കാഴ്ചപ്പാടുള്ള ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ രാഷ്ട്രം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഉണർവ്, ഇതൊക്കെ തന്നെയാണല്ലോ ഇതിൽ കാണുന്നത്. അതിലെ സന്തോഷമാണല്ലോ നരേന്ദ്രമോദി പ്രകടിപ്പിച്ചത്. ഈ കാര്യം മറ്റൊരു വിധത്തിൽ മലപ്പുറം ജില്ലയെ ആസ്പദമാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ലല്ലോ, മുഴുവൻ കേരളവും ഇന്ന് ആ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മലപ്പുറം ഹിന്ദു ന്യൂനപക്ഷമായ ഒരു സ്ഥലമായതുകൊണ്ട് ആണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷമുള്ള പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തൊക്കെ ചില പ്രത്യേക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതേപോലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ കേരളത്തിൽ മുഴുവൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജനങ്ങളുടെ ശ്രദ്ധ വെള്ളാപ്പള്ളി പറയുന്നതും പ്രധാനമന്ത്രി പറയുന്നതിനെയും ഒക്കെ വരികയാണെങ്കിൽ ഭാവി നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരു ഉത്തേജനമാകട്ടെ ഈ രണ്ടുപേരുടെയും വാചകങ്ങളോടും അതോടൊപ്പം തന്നെ
വെള്ളാപ്പള്ളിയുടെ പത്മ വെള്ളാപ്പള്ളിയുടെ പുരസ്കാരവും. പത്മ പുരസ്കാരവും എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.